ആക്ച്വലി ബേസിക്കലി എംബ്രിയോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻക്യുബേറ്ററാണ്. നമുക്ക് പല ടൈപ്പ് ഇൻക്യുബേറ്റേഴ്സ് ഉണ്ട്. പക്ഷേ നമ്മൾ നോർമലി ഇത്രയും കാലം ട്രഡീഷണൽ ഇൻക്യുബേറ്റേഴ്സിലെല്ലാം നമ്മൾ ഈ എംബ്രിയോനെ വളർത്തും. അതുകൂടാതെ നമ്മൾ അതിനെ ചെക്ക് ചെയ്യണമെങ്കിൽ, അതിനെ സ്കോർ ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ഗ്രേഡ് എങ്ങനെയാണെന്ന് നോക്കണമെങ്കിൽ അത് നമ്മൾ പുറത്തെടുത്ത് മൈക്രോസ്കോപ്പിൻ്റെ അണ്ടറിൽ വെച്ചിട്ട് നമ്മൾ നോക്കാനേ പറ്റുള്ളൂ മൈക്രോസ്കോപ്പിലൂടെ. പക്ഷേ എംബ്രിയോസ്കോപ്പിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ സ്ക്രീനിൽ, നമ്മുടെ സിസ്റ്റത്തിൻ്റെ സ്ക്രീനിൽ അല്ലെങ്കിൽ എംബ്രിയോസ്കോപ്പിന് തന്നെ ഒരു സ്ക്രീനുണ്ട്. ആ സ്ക്രീനിൽ നമുക്കത് വളരുന്നത് നമുക്ക് ആ സ്ക്രീനിലൂടെ കാണാൻ പറ്റും. അതെങ്ങനെയാണ് വളരുന്നത്. എല്ലാ ദിവസവും നമുക്ക് ജസ്റ്റ് സ്ക്രീൻ ഓൺ ആക്കിയാൽ നമുക്ക് കാണാം ഈ എംബ്രിയോ എങ്ങനെയാണ് വളരുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ എംബ്രിയോനെ നമ്മൾ ഇൻക്യുബേറ്ററിലാണ് അത് വളർത്തേണ്ടത് പല കണ്ടീഷൻസിലും. അപ്പോൾ ആ കണ്ടീഷൻ എപ്പോഴും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ 5 days വളർത്തുകയാണെങ്കിൽ 5 days നമുക്കത് പുറത്തെടുക്കാതെ തന്നെ അതെങ്ങനെ ഗ്രോ ചെയ്യുന്നതെന്ന് വളരെ കൃത്യമായിട്ട് കാണാനും, അത് പിന്നീട് നമുക്ക് നോക്കണമെങ്കിൽ അതെങ്ങനെ വളർന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു റിസർച്ച് നടത്തണമെങ്കിലൊക്കെ ആ വീഡിയോ നമുക്ക് പിന്നീട് ബാക്ക് എടുത്ത് കാണാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ഒരിക്കലും എംബ്രിയോനെ നമ്മളതിൻ്റെ വളർച്ച 5 days എത്തുന്ന, അല്ലെങ്കിൽ 3 days ആണെങ്കിൽ 3 days എത്തുന്ന വരെ നമ്മൾ അതിനെ ടച്ച് ചെയ്യുന്ന പോലും, അതിനെ പുറത്തെടുക്കുന്ന പോലും ഇല്ല എന്നുള്ളതാണ് ഈ എംബ്രിയോസ്കോപ്പിൻ്റെ അഡ്വാൻറ്റേജ്. ഇപ്പം പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസിന്, അല്ലെങ്കിൽ എംബ്രിയോ നന്നായിട്ട് ഗ്രോ ചെയ്യാത്ത പേഷ്യൻസിന്, അല്ലെങ്കിൽ ഈ ടീസ, അതായത് ടെസ്റ്റിക്കിൾസ് നിന്ന് സ്പേം എടുക്കുന്ന പേഷ്യൻസിന്, കുറച്ച് ക്രിട്ടിക്കലായിട്ടുള്ള പേഷ്യൻസിന്, കുറച്ച് ബുദ്ധിമുട്ടാവാൻ പ്രീവിയസ് ഫെയിലിയർ ഒക്കെ ഉള്ള പേഷ്യൻസിനാണ് നമ്മളത് എംബ്രിയോസ്കോപ്പിൽ വളർത്തുന്നത്. സോ ദാറ്റ് വി ഡോണ്ട് ഡിസ്റ്റർബ് ദം എനിമോർ.